ഞാറ്റുവേലക്കുളിർ കാറ്റിനെ സ്നേഹിച്ച കാമം കേട്ടിട്ടുണ്ടോ വല്ലതും? ഫീലിംഗ് എനിക്ക് എന്നും കരച്ചിലായിരിക്കും. ഞാൻ എഴുതി പഴയ ഫോട്ടോ കണ്ടു ഇപ്പോഴത്തെ ഫോട്ടോ കണ്ട് കൊതിക്കരുത്. എന്തൊരു നന്നായിട്ട് അയാൾ അഭിനയിച്ചിരിക്കുന്ന കുട്ടി. എൻ്റെ കുട്ടിയല്ല എന്ന് പറയുമ്പോഴത്തെ അയാളുടെ ആ ഒരു തമാശക്കാരെങ്കിലും ഇങ്ങനെയൊന്നും മുഖഭാവം, പറയല്ലേ അയ്യോ, സാറേ. നമ്മൾ ഈ ജന്മത്ത് മറക്കില്ല അയാളെ. ഉണ്ണിമേരിയും ജയഭാരതിയും ശാരദയും ഒക്കെ കണ്ടിരുന്ന ആ ഒരു അവരിലൊക്കെ കണ്ട സൗന്ദര്യം എനിക്കിപ്പോൾ ഒരു നടിയിലും ഞാൻ കാണുന്നില്ല. അത്രയും ഭംഗിയിൽ എഴുതാൻ വയലാറിന് ശേഷം അത്ര ഭംഗിയായിട്ട് എഴുതിയ വേറൊരാളില്ല. ഹലോ എവ്രി വൺ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഊർമിള ചേച്ചിയാണ്. എനിക്ക് തോന്നുന്നു കൂടുതൽ ഒരു ഇൻട്രൊഡക്ഷനും മലയാളികൾക്ക് ആവശ്യമില്ല. ഇപ്പോൾ ബിസിനസ്സുകാരിയാണ്, എഴുത്തുകാരിയാണ്, സിനിമാക്കാരി എന്നുള്ള കാര്യം നമുക്ക് വർഷങ്ങൾക്ക് മുമ്പേ അറിയാം. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. നമസ്കാരം ചേച്ചി. നമസ്തേ. നമസ്തേ. ഓക്കെ, ഞാൻ ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് എൻ്റെ ഈ കയ്യിലെ ഗണപതിയുടെ ഇത് സംഭവം കണ്ടു. ആദ്യം കയറി വരുന്നപ്പോൾ ഇവിടെ ഒരു വിഗ്രഹം കണ്ടു, ഇവിടെ കണ്ടു. അപ്പോൾ ഗണപതിയുടെ ഭയങ്കര ഒരു ഭക്തയാണ്. കുറെ കളക്ഷൻസ് ഉണ്ടോ? കളക്ഷൻ ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ഞാൻ ആ കളക്ഷൻ നിർത്തി. കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട്. അപ്പം ഞാൻ അതെല്ലാം കൂടിയിട്ട് സൂര്യകാലടി മനയിലേക്ക് കൊടുത്തു. അപ്പം ഇവിടെ കളക്ഷൻ ഇല്ല. ഇങ്ങനെ കുറച്ചെണ്ണേ ഉള്ളൂ, 2-3 ഇരിക്കുന്നുള്ളൂ. അല്ല, ഗണപതിയുടെ കാര്യം പറയുമ്പോൾ ഗണപതിയുടെ ബുക്കാണല്ലോ ഏറ്റവും ആദ്യം എഴുതിയത്. ആദ്യം എഴുതിയതല്ല, അത് എൻ്റെ 2-മത്തെയോ 3-മത്തെയോ ബുക്കാണ് ഗണപതി. ഓക്കെ, അല്ല ഗണപതി ഭക്തയാണ്. അതെ, എപ്പോഴും അമ്പലത്തിലൊക്കെ പോകുന്ന. ഓക്കെ, ഇപ്പൊ അവസാനം ഒരു ബുക്ക് ഏകദന്തൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് എഴുതിയേ. കഴിഞ്ഞ കൊല്ലാണ് അത് ഇറങ്ങിയത്. അതൊരു ഹാർഡ് ബൗണ്ടൊക്കെ ആയിട്ട് കുറച്ച് വിശേഷപ്പെട്ട പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഗണപതിയെക്കുറിച്ച് എല്ലാം ഉണ്ട്. അതായത് നമ്മൾ ചരിത്രം, പുരാണം, ഏതൊക്കെ തരം പൂജകളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ആ പുസ്തകം ഇറക്കിയത്. എഴുത്താണോ സിനിമയാണോ ആദ്യം തുടങ്ങിയത്? അങ്ങനെ പറയാൻ പറ്റും. കാലം തൊട്ട് എഴുതും. അത്യാവശ്യം നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ ഫ്രണ്ട്സിന് കവിത എഴുതി കൊടുക്കുമല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേണമെങ്കിൽ എഴുത്താണെന്ന് പറയാം. സിനിമ പിന്നല്ലേ വന്നേ. ഓക്കെ, കുറച്ചുകൂടെ ഉർമിള ഉണ്ണി എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം വന്നതിന് ശേഷം ആ എഴുത്തുകൾ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. ഞാൻ എന്നും പറയാറുണ്ട്, ഞാൻ ആരിപ്പോൾ നൃത്തം ചെയ്താലും കവിത എഴുതിയാലും ഒക്കെ സിനിമ വരുമ്പോൾ ഭയങ്കരമായിട്ടൊരു പബ്ലിസിറ്റി അതിലേക്ക് വരും. അപ്പോൾ സിനിമയിലുള്ള ഊർമിള ഉണ്ണി നർത്തകിയായിരുന്ന, അങ്ങനെയാണ് വരുന്നത് അല്ലേ. നമ്മളിവിടെ വന്നു കയറിയപ്പോൾ തന്നെ ഒരു പ്രകൃതിയുമായി ഭയങ്കര ഇണങ്ങി ജീവിക്കുന്ന കുറെ ആളുകൾ എന്ന് പറയാം. അതുപോലെ ഫുൾ ചെടികളും പച്ചപ്പും ഇതൊക്കെ ചേച്ചിയുടെ ഡിസൈൻസും. തീർച്ചയായിട്ടും എനിക്ക് പൂക്കളും കിളികളും ഒക്കെ വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. നിറച്ചിങ്ങനെ ബേർഡ് ഫീഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കിളി വന്നിരിക്കും. തേനയിട്ട് കൊടുത്താൽ മതി, ദിവസവും നിറച്ച് തേനയിട്ട് കൊടുത്താൽ നിറച്ച് കിളികൾ വരും. അപ്പോൾ നമ്മൾ കൂട്ടിലൊന്നും ഇടണ്ട, തന്നെ വന്ന് പോയിക്കോളും. അപ്പോൾ ഇത്രയും പൂക്കളും ഉള്ളതുകൊണ്ട് പിന്നെ വിഷം അടിക്കാതിരുന്നാൽ മതി. സ്പ്രേ ഒന്നും ചെയ്യരുത്, വെറുതെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നിറച്ച് വരും കിളികൾ. സിനിമയിൽ ഭയങ്കര തിരക്കായിട്ടുള്ള കുറേ സമയങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ചേച്ചി മനഃപൂർവ്വമായിട്ട് മാറി നിന്നതാണോ, അതായത് ഇനി കുറച്ച് ഇങ്ങനെ നിൽക്കാം എന്ന് ഓർത്തതാണോ? കുറച്ച് രണ്ടുമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പം ന്യൂജൻ സിനിമ വന്നല്ലോ. പണ്ടത്തെ ആൾക്കാർ കുറവാണ് അഭിനയിക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് ഞാൻ എപ്പോഴും പറയും, നായകനും അമ്മയും ഇല്ല, അച്ഛനും ഇല്ല അല്ലേ. എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ക്യാരക്ടർ കുറഞ്ഞു. പിന്നെ ആ കോവിഡൊക്കെ വന്ന സമയമുണ്ടല്ലോ, വെള്ളപ്പൊക്കം, ആ ഒരു സമയത്ത് ഒന്ന് ഇരുന്നു കുറച്ച് മടി പിടിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എനിക്ക് ഈ വെറുതെ ഇരിക്കാനും എഴുതാനും എൻ്റെ ഒരു ലോകം വേറെയായി. എനിക്കിപ്പോൾ ഇങ്ങനെ രാവിലെ എനിക്ക് തിരക്കാണ്, ഷൂട്ടിങ്, ഓടിപ്പോയി വർക്ക് ചെയ്യണം, എനിക്കതൊന്നും അത്ര ഇഷ്ടമല്ല. ഞാൻ എൻജോയ് ചെയ്യുന്നില്ല. അപ്പം അത് എന്ന് വെച്ച് നിർത്തി എന്നല്ല പറഞ്ഞത് കേട്ടോ, വിളിച്ചാൽ പോവും, അതല്ല. ഒന്നാമത് ക്യാരക്ടേഴ്സ് കുറവാണ് ഇപ്പം അങ്ങനെയുള്ളവർ, അതുകൊണ്ടായിരിക്കാം. സീരിയലിൽ വിളിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, പക്ഷെ പോവാത്തതാ. സീരിയലിൽ കുറച്ച് സ്ട്രെയിൻ കൂടുതലാണ്. മോർണിംഗ് ടു ഈവനിങ് ഭയങ്കര ഹെക്ടിക്കാണ്. ഇപ്പോഴത്തെ സിനിമയിലെ അമ്മമാരാണെങ്കിലും കുറച്ച് തഗ്ഗ അമ്മമാരാ, കണ്ടിട്ടില്ലേ? ചേച്ചി തോന്നിയിട്ട് അങ്ങനത്തെ ഒരു വേഷം കിട്ടിയാൽ ചെയ്യാമെന്ന്? ഞാൻ അങ്ങനെ സിനിമയിൽ ആഗ്രഹങ്ങളുള്ള ആളല്ല, പണ്ടുമല്ലായിരുന്നു. കിട്ടുന്ന വേഷം പോവാന്നല്ലാണ്ട് ഒന്നിനു വേണ്ടി ശ്രമിച്ചിട്ടുമില്ല. ഞാൻ അങ്ങനെ ഒരാളല്ല. ഇതുപോലെ ഇപ്പൊ ജീവിക്കുന്ന പോലെ ഒരു ജീവിതമാണോ? ഇപ്പം ഇതിഷ്ടം. ഇപ്പം ഇങ്ങനെ ആയി മാറിയത് തന്നെയാണ്. അന്ന് എൻ്റെ തലയിലെഴുത്ത് പോലെയല്ലേ നമുക്ക് ഓരോ കാര്യങ്ങൾ. നമ്മൾ എന്താ ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് ഏറ്റവും ആഗ്രഹം ഡാൻസറായിട്ട് അറിയപ്പെടണം എന്നായിരുന്നു. ഞാൻ ആരാധിച്ചിരുന്നത് പത്മ സുബ്രഹ്മണ്യത്തിനെയും ചിത്ര വിശ്വേശ്വരൻ, അന്ന് കാലത്ത് കനകറിലെ. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഇവരുടെയൊക്കെ ഡാൻസ് വരുമ്പോൾ കേരളത്തിൽ അവരൊക്കെ വല്ലപ്പോഴും വരുള്ളൂ കളിക്കാൻ. അത് കാണാനിങ്ങനെ ആരാധനയോടുകൂടി പോയിരുന്നിട്ടുണ്ട്.
എന്നിട്ട് എൻ്റെയൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ. എന്നിട്ടും ചെന്നൈയിൽ മദ്രാസിൽ ഈ മാർഗഴി ഫെസ്റ്റിവൽ ജനുവരി മാസത്തിലാണ് വരിക. അപ്പോൾ എല്ലാ വലിയ വലിയ ഡാൻസേഴ്സും വന്നിട്ട് കളിക്കുന്ന സമയമാണ്. അതെല്ലാം കാണാൻ വേണ്ടി ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി അവിടെ പോയിരുന്ന് ഒരാഴ്ച മദ്രാസിൽ താമസിച്ച് ഡാൻസ് കണ്ടിട്ട് വരും. അന്നും എൻ്റെ ആഗ്രഹം കലാക്ഷേത്രയിൽ പഠിക്കണം എന്നും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ തലയിലെഴുത്ത് സിനിമയിലേക്കാണ് എന്നെ കൊണ്ടുവന്നത്. അപ്പൊ സിനിമയിലെ തിരക്കുകൾ അത് അങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ടാണോ ബിസിനസ്സിലേക്ക് വന്നത്? ബിസിനസ് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം നമുക്കൊക്കെ അല്ലേ, ഡ്രസ്സിങ്, മേക്കപ്പ്, വേഷം അല്ലെ, വസ്ത്രം, ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്കും ഇഷ്ടമുള്ള അതുപോലെ ഇഷ്ടമുള്ളൊരു സാധനമാണ് നമുക്ക് പെർഫ്യൂം. ദൈവങ്ങൾക്ക് പോലും ഇഷ്ടമാണ് മണം കേട്ടോ. നമ്മൾ ചന്ദനത്തിരി എടുത്ത് ഇങ്ങനെ ഒഴിഞ്ഞ് നമ്മൾ മണിയടിച്ച് സാധിക്കും കാര്യങ്ങൾ അല്ലേ, പ്രാർത്ഥിച്ച് സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചന്ദനത്തിരി ഒഴിഞ്ഞ് മണം കൊടുക്കും അദ്ദേഹത്തിന് അല്ലേ. അങ്ങനെ നമ്മൾ മണങ്ങളോടുള്ള എല്ലാവർക്കും ഉള്ള ഒരു ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ തുടങ്ങണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. തുടങ്ങി. ഇതെങ്ങനെ എപ്പോഴും നമുക്കൊരു ബിസിനസ് ആക്കാം എന്നുള്ളതൊരു തോട്ട്? അത് ഞാൻ എൻ്റെ പേരിലൊരു പെർഫ്യൂം വേണമെന്ന് പണ്ടുതൊട്ടേയുള്ള ആഗ്രഹമായിരുന്നു. ഞാനത് ഒരുപാട് പെർഫ്യൂം കമ്പനികളുമായിട്ടും ഞാൻ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു മണമുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം, എനിക്കതുപോലെ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പലരും അത് താല്പര്യപ്പെട്ടില്ല. അങ്ങനെ അവസാനം ഒരാൾ തൃശ്ശൂർ അടുത്തുള്ള ഒരു വ്യക്തിയാണ്, അവരുടെ ഫാമിലിയും ആണ് എനിക്ക് ഇതെല്ലാ ഹെൽപ്പും ചെയ്തു തരുന്നത്. ഇപ്പോഴും അവർ ദുബായിലുള്ളവരാണ്, അവർക്ക് പെർഫ്യൂം കമ്പനിയൊക്കെ ഉള്ളതാണ്. പക്ഷെ അവർ എനിക്ക് കൃത്യമായിട്ട് എല്ലാ മാസവും ഇത്ര ബോട്ടിൽസ് അയച്ചു തരും. അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ മണം, തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ അതിൻ്റെ കൂട്ട് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഒരേ ഇതിൽ തന്നെയാണ്, സ്റ്റാൻഡേർഡിലാണ് അത് പോകുന്നത്. അല്ല, ഇപ്പൊ ഈ പെർഫ്യൂം ഇതിന് മുമ്പ് ചേച്ചി മാത്രം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? അതെൻ്റെ കയ്യിൽ മാത്രം ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് പഴയ ആൾക്കാർക്കൊക്കെ സിനിമയിലുള്ളവർക്കും എൻ്റെ സ്കൂളിൻ്റെ റീയൂണിയൻ ഉണ്ടായിരുന്നേ 10ാം ക്ലാസ്സിൻ്റെ. അപ്പോൾ ആ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ ഈയിടെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ അവരൊക്കെ പറഞ്ഞിടാ തൻ്റെ പഴയ മണം. അപ്പോൾ അവർക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ആ മണം ഇപ്പോഴും ആ പെർഫ്യൂമിൽ കൂടെ വരുന്നു. അല്ല, നമ്മൾ ആളുകളെ അങ്ങനെ മണം വെച്ച് കണക്ട് ചെയ്യും. വരുമ്പോ തന്നെ നമുക്ക് അവർ വരുന്നുണ്ട്, ഓർമ്മയാണല്ലോ ഈ മണം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് അത് കയ്യിലുണ്ടായിരുന്നു? അപ്പൊ അതങ്ങനെ അതിൻ്റെ ഒരു ഇത് ഇപ്പോഴും കയ്യിലുണ്ടായിരുന്നു. അത് അപ്പൂപ്പൻ അമ്മമ്മയ്ക്ക് കൊടുത്ത് അമ്മയ്ക്ക് കൊടുത്ത് എൻ്റെ വന്ന ഒരു കൈമാറി വന്ന സാധനമാണ്. ആ മണം വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് പെർഫ്യൂം. തുള്ളി അതിൻ്റെ ആ മണം ഒരാൾക്ക് കാണിച്ചു കൊടുക്കണമല്ലോ, ഇതാണ് മണം എന്നുള്ളത്. അത് പറഞ്ഞു കൊടുത്തത് അതിൽ നിന്നാണ്. പിന്നെ സ്പ്രേ ആയിട്ട് മേക്കിംഗ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അവർ തന്നെയാണ് എല്ലാം. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ചേച്ചി വീട്ടിൽ ഇരുന്ന് ആയുർവേദ കൂട്ടും. ഞാൻ പറഞ്ഞു, അയ്യോ അതൊന്നും അല്ലേ, എനിക്ക് അത്രയ്ക്ക് കഴിവൊന്നുമില്ല, ഒന്നും എൻ്റെ കൂട്ട് കഴിയും ഇതൊന്നും അല്ല. ഉണ്ടാക്കി തരുന്നത് തന്നെയാണ്, സ്പ്രേ ആണ്, സിന്തറ്റിക്കാണ് ശരിക്കും, ആയുർവേദം ഒന്നും അല്ല. അത് ശരിക്കും സിന്തറ്റിക്. പക്ഷെ അതിൻ്റെ മണം ഈ ചന്ദനവും കളഭവും കസ്തൂരിയൊക്കെ ചേർന്ന ഒരു മണമായതുകൊണ്ട് അത് ഒരു പോസിറ്റീവ് പേരായി. ഈ വശ്യഗന്ധിയുടെ ഒരു പേരില്ലേ, എനിക്കറിയാം, കാരണം എല്ലാവരും അട്രാക്ട് ചെയ്യും, നമ്മളെ പെട്ടെന്ന് ആ സ്മെല്ല് തിരിച്ചറിയും. അങ്ങനെ തന്നെയാണോ? അത് തന്നെയാണ് ഉദ്ദേശിച്ചത്, വശ്യഗന്ധി തന്നെയാണ്. കാരണം ആരുപയോഗിച്ചാലും വശീകരിക്കപ്പെടുന്ന ഞാൻ പറയാം. ഇതാണ് വശ്യഗന്ധിയുടെ പെർഫ്യൂം. വശ്യഗന്ധി എന്നാണ് അതിൻ്റെ പേര്. പിന്നെ അതിൻ്റെ വുഡൻ ബോക്സ് അല്ലേ, പാക്കേജിങ്, അപ്പോൾ ഒരു പഴമ ഫീൽ ചെയ്യുമല്ലോ. ഇത് 100 ml ഒരു ബോട്ടിലാണ്. 1000 സ്പ്രേ വരെയൊക്കെ കിട്ടും കേട്ടോ. ഓ ചേച്ചി, ഇത് ഓൺലൈനിൽ മാത്രമായിട്ട് ഒരു ഷോപ്പ് കൂടെ സ്റ്റാർട്ട് ചെയ്യാം? അയ്യോ, ഷോപ്പ് തുടങ്ങിയ കുറേ വെറൈറ്റി വേണ്ടേ, അത്രയൊന്നും എൻ്റെ കയ്യിലില്ല. എനിക്ക് ആകെ ഇതേ അറിയുള്ളൂ ഇപ്പോൾ തൽക്കാലം. ഇതാണ് വശ്യഗന്ധിയുടെ തൈലം. അതായത് സുഗന്ധ തൈലാണ് കേട്ടോ. ചിലർ ചോദിക്കും കുളിക്കാൻ ഉപയോഗിക്കുന്നതാണോ എണ്ണയാണോ? ഒന്നുമല്ല, സുഗന്ധ തൈലാണ്. ഇത് ഇങ്ങനെ വെറുതെ ഒരു തുള്ളി ഇങ്ങനെ നമ്മുടെ റിസ്റ്റിൽ ഇട്ടാൽ രണ്ടിനും 8 മണിക്കൂർ മണം നിൽക്കും കേട്ടോ. നമ്മളൊന്ന് നോക്കിക്കോ, അടുത്തോട്ട് എന്നിട്ടൊന്ന് നോക്കി, ഒരു പഴമ ഫീൽ ചെയ്തോ? ഇതിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്തതാ? ഇതാണ് ഇപ്പൊ. അപ്പൊ ഇതിന്റെ ഈ ഒരു സംഭവം ഇത് നമുക്ക് ഈ ബോട്ടിൽ, അതാണ് അതിന്റെ ഒരു ഭംഗി. അതിങ്ങനെ ഒരു അറബിക്കാണ് കുറച്ച്. ഓക്കെ. സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവ് ഒക്കെ ആയി ഇങ്ങനെ പോയിക്കും. പിന്നെ കുറച്ചൊരു ഗ്യാപ്പ് എടുത്താണോ അതോ ഇപ്പൊ ഇങ്ങനെ മതി എന്നുള്ള രീതി? അല്ല, ഇപ്പൊ കൂടുതലും എന്നും രാവിലെ എണീറ്റാ വശ്യഗന്ധിക്ക് പരസ്യം ഉണ്ടാക്കാനുള്ളതാണ് പ്രധാന ജോലി. അതിന്റെ സ്ക്രിപ്റ്റ് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതും, എങ്ങനെ എഴുതണം,
എന്ത് പാട്ട് ഉപയോഗിക്കണം, എന്ത് വീഡിയോ കാണിക്കണം. അപ്പം നമ്മൾ എല്ലാം പുരാണമാണല്ലോ. പണ്ടത്തെ പുരാണം എന്നല്ല പറയേണ്ടത്, ചരിത്രം. പണ്ടത്തെ അപ്പൂപ്പൻ്റെ വരവ്, കൊട്ടാരം കണ്ടത്, അമ്മൂമ്മയെ ഇഷ്ടപ്പെട്ടത്, അത് കൊടുത്തത്, ആ മണം, അങ്ങനെ ഒരു അതെ. അപ്പം ഞാനൊരു കവിത പോലെ എഴുതിയതിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്നത്, ഈ പരസ്യങ്ങൾ മുഴുവൻ. എൻ്റെ തലയിൽ ഇങ്ങനെ തോന്നും, ഇങ്ങനെ അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല, അത് വെച്ച് ഉണ്ടാക്കിയതാണ്. ഓക്കെ. അത് ഇത് നമ്മൾ ഈ കാർട്ടൺ, ഈ വുഡൻ ബോക്സ് ഇല്ലേ, ഇത് ഓൾറെഡി മൈൻഡിലുണ്ടായിരുന്നു ഇങ്ങനെ പാക്കേജിങ് ഇത് തന്നെ ആയിരിക്കും? ആദ്യം അത് കിട്ടിയില്ല. ഞാനിത് തുടങ്ങിയ സമയത്ത് ഈ വുഡൻ ബോക്സ് ആർക്ക് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവണില്ല. എന്നിട്ട് പലരും പല ടൈപ്പിലൊക്കെ ഉണ്ടാക്കി തന്ന് ഞാൻ എന്നിട്ടൊരു സഞ്ചി പോലെ, അതിനകത്ത് ഈ ബോട്ടിൽ ഒരു കിഴി പോലെ അങ്ങനെ കൊടുക്കില്ലേ രാജാക്കന്മാരൊക്കെ, അങ്ങനെ ഒരു കിഴി പോലെ ആക്കിയിട്ടാണ് ആദ്യം ഇത് ഇറക്കിയത്. അപ്പോൾ ബോക്സ് കിട്ടിയില്ല. അപ്പോഴേ കൊറിയറല്ലേ പോകുന്ന, കുപ്പി എങ്ങാനും പൊട്ടിപ്പോയാൽ കംപ്ലയിൻസ് ആവും. അപ്പോൾ അത് പേടിച്ച് ഞാൻ കുറേ കാർട്ടൺ കമ്പനികളിൽ പോയി നോക്കി കണ്ടുപിടിച്ച് ഒരാളുണ്ടാക്കി തന്നു, എറണാകുളത്ത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, ഡിസൈൻ പറഞ്ഞു കൊടുത്തു, മനസ്സിലായി, അയാൾ അതേപോലെ സാധനം ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ടൊരു വുഡൻ ബോക്സ് പോലെ തോന്നുന്നു. പക്ഷേ വുഡൻ ബോക്സ് അല്ല. കാരണം എന്താ അറിയോ, മരത്തിൻ്റെ ബോക്സിൽ നമ്മൾ പെർഫ്യൂം വെച്ചാൽ മണം ഇല്ലാണ്ടാവും, മണം വലിക്കും. മരത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പെർഫ്യൂം എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. തണുപ്പിച്ച് വെക്കണം. അത് എടുത്ത് ഇളക്കി ഞാൻ ഓരോ പ്രാവശ്യം 100 ഫ്രിഡ്ജിൽ വെച്ച് അത് കുലുക്കി പിറ്റേ ദിവസം അത് തുടച്ച് അതിൻ്റെ വേർപ്പാറിയ ശേഷം ആണ് ബോക്സിലാക്കിയിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ബിസിനസ്സുകാരിയും കൂടെ ആണല്ലോ, സിനിമ ചെയ്തതായിരുന്നു ബിസിനസ്സുകാരിയായിട്ട് ഇരിക്കുന്നതാണോ എളുപ്പം? ഇപ്പം ഇതാ എളുപ്പം, ഇതാ ഇഷ്ടം. സിനിമ വേറെ, അത് നമുക്കൊരു പ്രശസ്തി, സിനിമ എന്ന് പറഞ്ഞ് കിട്ടുന്നതൊന്നും വേറെയാണ്. അതൊരിക്കലും ഇങ്ങനത്തെ ബിസിനസ്സിൽ നിന്നോ വേറെ ഒന്നിൽ നിന്നും കിട്ടുന്ന ഒരു സാധനമല്ല. സിനിമയോട് ഞാൻ എന്നും നന്ദിയുള്ള ആളാണ്. എൻ്റെ അന്നമാണ് എന്തൊക്കെയായാലും സിനിമ. ഞാൻ അതിൽ നിന്നാണ് എന്നെ അറിയപ്പെടാൻ തുടങ്ങിയതും, എനിക്കതിൽ നിന്ന് ഗുണമുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഈ പെർഫ്യൂം പോലും എന്തിന്, ഞാനൊരു സിനിമ അല്ലാത്ത ആളായിരുന്നു ഒരിക്കലും എനിക്ക് ഈ പെർഫ്യൂമിന് ഇത്രയും ഇത് കിട്ടില്ല, പബ്ലിസിറ്റി. സിനിമയിലുള്ള ആളായതുകൊണ്ട് തന്നെയാണ് അത്. സെലിബ്രിറ്റി കസ്റ്റമേഴ്സ് ആരെങ്കിലും ഉണ്ടോ സ്ഥിരമായിട്ട്? പിന്നെ അതേ ഉള്ളൂ. പിന്നെ എനിക്ക് ഏറ്റവും എല്ലാവരോടും കൂടി പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഫ്രണ്ട്സ് ഓരോരുത്തരും സിനിമയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തവരായിട്ടുള്ളവരെല്ലാവരും ഈ പെർഫ്യൂം വാങ്ങുകയും ഞാൻ ചിലർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പലരും പറയും, വേണ്ട ചേച്ചി, കഷ്ടപ്പെട്ട് ഒരെണ്ണം തുടങ്ങിയതല്ലേ, ഗിഫ്റ്റ് ഒന്നും വേണ്ട, ഞങ്ങളത് പൈസ തന്നു വാങ്ങിക്കോളാം എന്ന് പറയുന്നവരാണ് അധികം പേരും. ചേച്ചിക്ക് സിനിമ മിസ് ചെയ്തേ ഇല്ലേ? ഒട്ടുമില്ല. അയ്യോ, എനിക്ക് ഷൂട്ടിങ് ഭയങ്കര മടിയുള്ള ഒരു ആളായിരുന്നു പണ്ടും. അതെ, ഞാൻ പുസ്തകമൊക്കെ ആയിട്ടാണ് പോവുക. അധികം നമ്മൾ ഈ ആരോ പറഞ്ഞ പോലെ വെറുതെ ഇരിക്കാനും കൂടിയാണ് പണം വാങ്ങുന്നത്. ഷൂട്ടിങ്ങിന് പോയാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ അവൈലബിൾ ആയിരിക്കും. അല്ല, അവിടെ ഉണ്ടാവണമല്ലോ. റൂമിൽ ചിലപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ ഒരു കമ്പനി അല്ല എന്ന് വെച്ചാൽ വല്ലതും വായിച്ചുകൊണ്ടിരിക്കും, ചിലർ പാട്ട് കേട്ടുകൊണ്ടിരിക്കും. ഇപ്പോഴാണെങ്കിൽ പിന്നെ ഫോണേ ഉള്ളൂ, എല്ലാവർക്കും മൊബൈലുള്ളതുകൊണ്ട് ഈ വാട്സപ്പും ഇതൊക്കെ നോക്കിക്കോണം. പണ്ടൊന്നും അതൊന്നുമില്ല. ഏതെങ്കിലും ഒരു വീട്, എവിടെയെങ്കിലും ഒരു മുറി, നമുക്ക് വേണ്ടി ഒരു കട്ടിൽ കിട്ടിയാൽ കൊള്ളാം, അതിൻ്റെ മുകളിൽ ചാഞ്ഞിരുന്ന് നമ്മൾ ബുക്കും വായിച്ചിരിക്കും. അങ്ങനെയൊക്കെ ഒരു കാലമായിരുന്നു. അപ്പോഴും നമുക്ക് എഴുതാനുള്ള ബുക്കൊക്കെ കൊണ്ടുപോകും, മനസ്സിൽ തോന്നിയത് എഴുതി വയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം അതൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാം. ഇത് കുറച്ച് പേഴ്സണൽ ആണ്, എന്നാലും എല്ലാവർക്കും അറിയാൻ താല്പര്യം. എന്റെയൊക്കെ മുടി ഇങ്ങനെ, ചേച്ചിയുടെ മുടി ഇല്ല, എൻ്റെ മുടിയൊക്കെ പോയി, മുടി പോയി. എൻ്റെ മുടിയൊക്കെ പാരമ്പര്യ കുട്ടി. എനിക്കിതിലൊന്നും ഒരു ഒന്നും ചെയ്യാറൊന്നുമില്ല. സാധാരണ പോലെ ഞാൻ ഈ മാസത്തിൽ 1-2 തവണ ഷാമ്പൂ ചെയ്യാറുള്ളൂ. കണ്ടീഷണറോട് 2 തവണ മാക്സിമം ആണ് കേട്ടോ. അത് 1-ാം തീയതി ഒരു 15-ാം തീയതി കഴിഞ്ഞാൽ അങ്ങനെ 2 തവണ ചെയ്യും. അതിൽ കൂടുതൽ ആവശ്യമില്ല. ഉള്ള ഷാമ്പൂ മുഴുവൻ തല തേച്ചത് കേടാന്ന് എനിക്ക് തോന്നണേ. ഞങ്ങളുടെ ഒന്നും കുട്ടിക്കാലത്ത് അങ്ങനെ ഷാമ്പൂ തേപ്പിക്കായിരുന്നില്ല. താളിയും കുറവാണ്, ഇടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, താളിയൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഈ എണ്ണ തേപ്പിച്ച് വിടുക എന്നുള്ളതാണ്. അമ്മ മേലും തലയിലും ഒക്കെ കൂടി തേച്ച് അങ്ങ് പറഞ്ഞു വിടും. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ അന്നുണ്ടായത് തന്നെയാണ്, അത് പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയത്, അല്ലാണ്ടൊന്നും ട്രീറ്റ്മെന്റിൽ നിന്നും കിട്ടുന്നതല്ല. അല്ലല്ല. ചേച്ചിയുടെ ഒരു ഫോട്ടോ, ഒരു പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും, പഴയ ഫോട്ടോ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത് ഒരു ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആ ഫോട്ടോ കാണുന്ന സമയത്ത് അതിന്റെ താഴെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ചേച്ചി പ്ലാസ്റ്റിക് സർജറി ചെയ്തുകൊണ്ടാണ് മാറിപ്പോയത്. അതെയോ? അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു, ശരിക്കും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആരത് പറഞ്ഞത്? അതെ, എന്നാ പിന്നെ ഇതിൽ നന്നാവില്ലേ? ഞാൻ എന്നോട്ട് തടിയൊക്കെ കുറച്ച് നല്ല
ഏറ്റവും വലിയ ആഗ്രഹം എല്ലാ തടിക്കുന്ന സ്ത്രീകൾക്കും തടി കുറയ്ക്കണം എന്നുള്ളതാണ്. അപ്പൊ ഞാനും അത് ചെയ്യില്ലായിരുന്നു. അപ്പൊ ആ ഫോട്ടോ അങ്ങനെ ഇടാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? പെട്ടെന്ന് ചുമ്മാ കിട്ടിയ മനസ്സിൽ തോന്നി. നമ്മൾ പറയൂല മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്ന്. അപ്പൊ ഞാൻ എഴുതി പഴയ ഫോട്ടോ കണ്ടു ഇപ്പോഴത്തെ ഫോട്ടോ കണ്ട് കൊതിക്കരുത്. ഇപ്പൊ ആകെ മാറിപ്പോയി. പണ്ടത്തെ ഫോട്ടോ കാണുമ്പോഴാണ് നമ്മൾ എങ്ങനെ ഇരുന്നതാണ്. അതെ അല്ല, പണ്ടത്തെ ഒരു സൗന്ദര്യ സങ്കല്പം ഒരു ഊർമിള ഉണ്ണീനെ കൂട്ടിരിക്കുന്നു എന്ന് പറയുമ്പോ തന്നെ ആളുകളാ അങ്ങനെ പറഞ്ഞു ആരെങ്കിലും. പിന്നെ പണ്ട് ചേച്ചി ഒരു സൗന്ദര്യത്തിന്റെ ഒരു രൂപമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ മലയാളി കുട്ടി അല്ല മലയാളി സ്ത്രീകളുടെ ഒരു സൗന്ദര്യം എന്ന് പറയുമ്പോൾ കുറെ മുടിയും ആ വലിയ കണ്ണുകളും അതൊക്കെ ആയിരുന്നില്ലേ പണ്ടത്തെ ഒരു സങ്കല്പം ആളുകളുടെ. ചേച്ചി കുറെ കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ട്, ചേച്ചി മിണ്ടാതിരിക്കുക. അതല്ല, അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതല്ല ഇപ്പോഴും. പക്ഷേ എനിക്ക് പഴയ ആൾക്കാരുടെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും പഴയ ഉണ്ണിമേരിയും ജയഭാരതിയും ശാരദയും ഒക്കെ കണ്ടിരുന്ന ആ അവരിലൊക്കെ കണ്ട സൗന്ദര്യം എനിക്കിപ്പോൾ ഒരു നടിയിലും ഞാൻ കാണുന്നില്ല. എന്തോ ഞാനൊക്കെ പഴയ മനസ്സായ ഉണ്ടായിരിക്കും ചിലപ്പോൾ. അത് കുറച്ച് സിനിമാ വിശേഷങ്ങളിലേക്ക് തന്നെ പോവാം. ഓക്കെ ഓക്കെ, ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് ടൈപ്പ് സിനിമകൾ കാണാനാണ് ഏറ്റവും ഇഷ്ടം? എനിക്കൊരു കഥയുള്ള സിനിമയാണ് ഇഷ്ടം. എല്ലാത്തിലും ഒരു കഥ വേണം. പണ്ടത്തെ സിനിമകളൊക്കെ തന്നെയാണ് ഇഷ്ടം കൂടുതലും. ഫാമിലി ഒക്കെ വരുന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഏറ്റവും മനസ്സിൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ തനിയാവർത്തനം. കുറെ പഴയതല്ലേ ആ കാലത്തെ ഞാൻ പെട്ടെന്ന് അതൊക്കെ ആ ടൈപ്പ് സിനിമകളുണ്ടല്ലോ. അന്ന് വന്ന കിരീടവും മറ്റേ എന്താ ഭരതം, ഹിസൈനസ് അബ്ദുള്ള. തനിയാവർത്തനമൊന്നും എനിക്ക് എൻ്റെ ജന്മത്തിൽ മറക്കാൻ പറ്റില്ല. എന്തിന് പഴയ അതിനു മുമ്പത്തെ സത്യനും ശീലയും വാഴവേമായം ഇന്നും കരയും കണ്ട ഇപ്പോഴും ഞാനത് യൂട്യൂബിൽ കണ്ട ഞാൻ ആ പടം കണ്ട കാര്യം. സമയം കിട്ടുമ്പോൾ കാണുന്ന സിനിമകൾ ഇതൊക്കെയാണോ ഇപ്പോഴും? അങ്ങനെയില്ല, സിനിമകൾ എനിക്ക് പുതിയ സിനിമകൾ ഇഷ്ടമാണ്. ലേറ്റസ്റ്റ് ഇറങ്ങിയ ഒരു ഭയങ്കര ഇഷ്ടമുള്ള സിനിമ ഏതായിരുന്നു? എനിക്ക് ഹൃദയപൂർവ്വം ഭയങ്കര ഇഷ്ടമായി. നല്ല സിനിമ, അതിലൊരു കഥയുണ്ട്, ടച്ചിങ് ആണ്. എനിക്ക് അങ്ങനത്തെയൊക്കെ സിനിമകളാണ് ഇഷ്ടം. ലോക കണ്ടായിരുന്നു? ആ, ലോകയും ഇഷ്ടമായി. അത് വേറൊരു ടൈപ്പ്. ഓക്കെ. ഇഷ്ടപ്പെട്ട നടൻ? സുരാജ് വെഞ്ഞാറമൂട്. ഞാൻ ഈ ഒരു ആൻസർ പ്രതീക്ഷിച്ചില്ല. ലാലേട്ടൻ മമ്മൂക്കാന്ന് പറയുന്നല്ലേ വിചാരിച്ചു. പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ആക്ഷൻ ഹീറോ ബൈജുലാണെന്ന് തോന്നുന്നു. ഒരു പോലീസ് സ്റ്റേഷനിലുള്ള ഒരു സീന് വരുന്നത് സുരാജിന്റെ. അയ്യോ, എന്തൊരു നന്നായിട്ട് അയാൾ അഭിനയിച്ചിരിക്കുന്ന. കുട്ടി എൻ്റെ കുട്ടിയല്ല എന്ന് പറയുമ്പോഴത്തെ അയാളുടെ നമ്മൾ ഈ ജന്മത്ത് മറക്കില്ല അയാളെ. അതുപോലെ ഇന്ദ്രൻസ് ഭയങ്കര രണ്ടുപേരും കോമഡി ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് കൊടുത്താലും നന്നാക്കുന്നുള്ള. സുരാജിന്റെ ഒക്കെ നെറ്റി കണ്ണ് മാറുന്ന കണ്ടിട്ടുണ്ടോ? നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് വിരിയ ഇവിടെ അങ്ങോട്ട് ചെവിയൊക്കെ. അതാ ഒരു ഭാവമൊക്കെ ഉണ്ടല്ലോ, അത് വളരെ അപൂർവം നടന്മാർക്ക് വരുന്ന ഒരു സാധനം. ആ ഒരു വിരിച്ചിൽ നെറ്റിയുടെ ഒരു അത് ഭയങ്കര അയാളുടെ. ശ്രദ്ധിച്ചോളൂ ഇനി അയാൾ അഭിനയിക്കുമ്പോൾ. പറഞ്ഞിട്ടുണ്ടോ സുരജേട്ടനെ കണ്ട സമയത്ത്? എന്റെ മോനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പടത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങള് അടുപ്പാണ്. നടി എല്ലാ കാലത്തും ഉർവശി. ഉർവശി തന്നെ, ഉർവശി ഉർവശി ഉർവശി. ഇപ്പൊ അവാർഡും കിട്ടിയിട്ടുണ്ട്. അവാർഡ് എപ്പോഴും കിട്ടുക കുട്ടിക്ക്, അത് വേറെ അതൊരു പുതുമയുള്ള കാര്യമല്ല. നമ്മളെല്ലാരും മനസ്സുകൊണ്ട് കൊടുത്ത അവാർഡാണ് ഉർവശിക്ക്. അത് ശരിയാ, ഒരു മാറ്റമില്ല. അല്ലെങ്കിൽ ഇപ്പോഴും ക്യാരക്ടർ തമാശയായാലും സീരിയസ് ആയാലും എന്ത് കൊടുത്താലും തന്മയത്വത്തോടുകൂടി കാണിക്കാൻ ഇത്രയും ഭംഗിയായിട്ട്. ചിലർക്ക് ഭയങ്കരമായിട്ട് തമാശ കാണിക്കാൻ അറിയാം, സീരിയസ് ആയ മോശമാവും. ചിലര് ഭയങ്കര കരച്ചിലും ഇതൊക്കെയാണ്, അതേസമയം തമാശ കാണിച്ചാൽ ചീറ്റി പോകും. അതില്ലാതെ വരികയെന്ന് വെച്ചാൽ ഭയങ്കര കാര്യം തന്നെ. ചേച്ചിക്ക് ഏത് ചെയ്യാനായിരുന്നു കുറച്ചുകൂടി ഈസി? അല്ലെങ്കിൽ എനിക്ക് എന്നും കരച്ചിലായിരിക്കും, കിട്ടുന്നത് മുഴുവൻ ക്യാരക്ടറായിരിക്കും. കോമഡി ഒക്കെ ചെയ്യാൻ കിട്ടിയിട്ടുമില്ല, ആലോചിച്ചിട്ടുമില്ല അതിനെയൊന്നും കുറിച്ച്. ചെയ്യാൻ പറ്റുമോ ആലോചിച്ചിട്ടേ ഇല്ല. ഞാൻ ആലോചിച്ചിട്ടില്ല അതിനെ കുറിച്ച്. എനിക്ക് തോന്നുന്നു അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടി എങ്ങനെ കിട്ടുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു. അതെ, വയസ്സം കാലത്ത്. അത് ശരി. ഇപ്പൊ തക്ക അമ്മമാരുള്ള കാലം, അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഫേവറേറ്റ് ഡയറക്ടർ? ഓഫ് കോഴ്സ് ഹരിഹരൻ സാർ. ഓക്കെ, ഹരിഹരൻ സാറിൻ്റെ സിനിമകൾ കണ്ടിഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ആദ്യം സർഗം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുന്നത് തന്നെ. പഞ്ചാഗ്നി, വടക്കം വീരഗാഥ പോലെ ഒരു സിനിമ എന്ത് ഭംഗിയായിട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിന് അവാർഡ് പുള്ളിക്ക് കിട്ടിയതും ഇല്ല. അതാണ് ഇത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലൊരു സൂക്ഷ്മമായ നിരീക്ഷണം ഉള്ള ഒരാളാണ് ഹരിഹരൻ സാർ. തിരക്കഥാകൃത്ത്? ലോഹിദാസ്.
അല്ല MT ഓഫ് കോഴ്സ് അദ്ദേഹത്തിനും ഉണ്ട്. പക്ഷെ ലോഹിദാസിൻ്റെ ഈ പറഞ്ഞ പോലെ തനിയാവർത്തനം, ഓ എങ്ങനെ മറക്കുന്ന, എന്തോ എഴുതി വെച്ചിരിക്കുന്നത്. ഓ കഥയുടെ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ദശരഥമൊക്കെ സിനിമ എന്ത് രസമായിട്ട് എഴുതിയിരിക്കുന്ന, ആ എഴുത്തിൻ്റെ രീതി പോയിരിക്കുന്നത് കൊണ്ടാണല്ലോ സംവിധായകൻ അങ്ങനെ എടുക്കാൻ പറ്റുന്നത്. ഭയങ്കര തിരക്കഥ തന്നെയാണ്. ചേച്ചി പണ്ട് സിനിമ തിരക്കഥ വായിച്ചു നോക്കിയിട്ടാണോ പോകുന്നത്? എനിക്കൊന്നും അത്ര വലിയ സർഗത്തിലുണ്ടായിരുന്നു, മറ്റൊന്നും വലിയ വലിയ ക്യാരക്ടറുകളൊന്നുമല്ല. എപ്പോഴെങ്കിലും ഇതുപോലെ ഒന്ന് എഴുതണം, ഇപ്പൊ ഓൾറെഡി എഴുത്തുകാരിയാണല്ലോ, അപ്പൊ ഒരു തിരക്കഥ എഴുതണം, സംവിധാനം ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല ഇപ്പൊ. ഇല്ല, കാരണം സിനിമകളുടെ ടെക്നിക്കൽ സൈഡുകളെ കുറിച്ചാണ് സിനിമ കഥ എന്നുള്ള ബുക്ക് എഴുതി. അപ്പോൾ ടെക്നിക്കൽ സൈഡ് കുറച്ചൊക്കെ അറിയാം. അതെ, പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത വരാത്തത്? ചിന്തിച്ചില്ല. ഇങ്ങനെയൊക്കെ പോട്ടെ, ഇനിയൊക്കെ ഇങ്ങനെയാ. ആണോ? സമാധാനപരമായിട്ടുള്ള ജീവിതം ഇഷ്ടപ്പെടുന്നു. ഓക്കെ, നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നു, കാരണം ഇത്രയും അറിയാലോ. ഇതിന് ടെക്നിക്കൽ സൈഡ് പഠിക്കാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? അല്ലെങ്കിൽ അതെനിക്ക് ഒന്നും അറിയില്ലായിരുന്നു മുമ്പ്, അതുകൊണ്ടാണ്. എനിക്ക് ടെക്നിക്കൽ സൈഡ് സിനിമയുടെ ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ എന്നാൽ ക്യാമറമാൻമാരായിട്ടൊക്കെ വലിയ അടുപ്പാണ്. അവിടെ പോയിരുന്നവരോട് ചോദിക്കുക, അങ്ങനെ എന്താ ഇങ്ങനെ എന്താന്നൊക്കെ ചോദിക്കും. എനിക്ക് ഒട്ടും അറിയാത്തൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് ഞാനത് മനസ്സിലാക്കണം എന്ന് വിചാരിച്ച്, എനിക്ക് തോന്നുന്നു കൂടുതലും അടൂർ സാറാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. കഥാപുരുഷൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ അടൂർ സാറിൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കും. സാറാണെങ്കിൽ അധികം സംസാരിക്കാൻ ഇഷ്ടമൊന്നും ഇല്ലാത്ത ഒരാളാണ്, ഭയങ്കര ഗൗരവക്കാരനല്ലേ. എന്നാലും പുള്ളി പറഞ്ഞു തരും ഓരോന്നും. അങ്ങനെ കുറേ ഞാൻ പോയിന്റ്സ് എഴുതി വെക്കുമായിരുന്നു. പിന്നെ കുറച്ച് വലിയ പുസ്തകങ്ങൾ വായിച്ചിട്ടും ഒക്കെ കിട്ടിയ അറിവ്. പിന്നെ ഈ ക്യാമറയൊക്കെ ഡെയിലി മാറിക്കൊണ്ടിരിക്കുകയാണേ, അതാണ് ബുദ്ധിമുട്ട്. നമ്മൾ എഴുതി ബുക്കൊക്കെ ആക്കി ഇതാണ് ക്യാമറ, ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ക്യാമറ വന്നു, ക്യാമറയെ മാറിപ്പോയി. കുറേ പേരുകളിൽ ഇറങ്ങുന്നുണ്ടല്ലോ. ആ ബുക്കായിരുന്നു പഠിക്കാൻ പിള്ളേർക്ക്? അതെ, അത് കേരള യൂണിവേഴ്സിറ്റി അവിടെ തിരുവനന്തപുരത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഇത്. ഓക്കെ ഓക്കെ. അപ്പൊ അത്രയും കാര്യമായിരുന്നു പഠിച്ചത്. അതെ. ഓക്കെ. പാട്ടുകൾ കേൾക്കുന്ന, സ്ഥിരമായി കേൾക്കുന്ന പാട്ടുകൾ? ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ ഫുൾ റേഡിയോ വെച്ചിട്ടാ. അത്രയും സൗണ്ട് വേണോ? അല്ല, പതുക്കെ വെക്കുക. പക്ഷെ എനിക്കൊരു ചെറിയൊരു സിസ്റ്റം ഉണ്ട്. അതിൽ ഞാൻ ഒന്നിൽ കുടമാളൂരിൻ്റെ ഫ്ലൂട്ട്, അല്ലെങ്കിൽ സന്താനത്തിൻ്റെ പാട്ട്, മഹാരാജപുരം സന്താനത്തിൻ്റെ, അല്ലെങ്കിൽ ബോംബെ ജയശ്രീയുടെ പാട്ടുകൾ, അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള കുറേ പാട്ടുകളുടെ ഇതുകൊണ്ട് ശേഖരമുണ്ട്. അതിൻ്റെ പെൻഡ്രൈവ് അങ്ങോട്ട് വെച്ചിട്ടാണ് ഞാൻ രാത്രി ഉറങ്ങുക. അപ്പോൾ രാവിലെ വരെ അതിങ്ങനെ ഉണ്ടാവും. 8 മണിക്കൂർ ഈ ഉറങ്ങുമ്പോഴും ഇത് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോഴൊക്കെ ഈ പാട്ട് കേട്ടോണ്ടാണ് ഞാൻ ഉറങ്ങുന്നത്. ഓഫ് ചെയ്യാറേ ഇല്ല. സ്ഥിരം അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് പാട്ടുകൾ വലിയ ഇഷ്ടമാണ്. പിന്നെ പഴയ മലയാളം പാട്ടുകൾ, അത് ഏതാ 80s 90s കേൾക്കുന്നത്? പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റുകളും ഇഷ്ടമാണ്. എന്തിനു വേറൊരു സൂര്യോദയം, അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഈ അടുത്ത കാലത്ത് വന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടെന്ന് പറഞ്ഞാൽ, പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരുവിധം എല്ലാം ഇഷ്ടമാണ്. മറ്റേ എന്താ, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, അതൊന്നും ഇഷ്ടമല്ലാത്ത മലയാളി ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ലിസ്റ്റ് മുഴുവനും ഇഷ്ടമാണ്. ഗാനരചയിതാവ് MD രാജേന്ദ്രൻ, തൃശ്ശൂർ ആകാശവാണിയിലാണ് ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളെന്ന് പറഞ്ഞാൽ, എനിക്ക് വയലാറിന് ശേഷം ഇത്രയ്ക്ക് അക്ഷരഭംഗി അല്ലെങ്കിൽ വാക്കുകളുടെ ഭംഗി വരുത്തിയിട്ടുള്ള ഒരാൾ വേറെയില്ല. ഈ പാട്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്താണ്, കരിവരി വണ്ടുകൾ കുറുനിരകളുണ്ട്, അതിൽ ശിശിരകാല മേഘമിഥുന രതിപരാഗമോ, യാദവ ദേവരാഗ സിനിമ, അതന്നെ. അതിലത്തെ എല്ലാ പാട്ടുകളും എടുത്ത് നോക്കും, വാക്കുകളുടെ ഒരു ഭംഗി. അതിനു മുമ്പ് നന്ദസുധാവര തവജനനം, അതൊന്നും മോളൊന്നും കേട്ടിട്ടുണ്ടാവില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസിക്കതിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യമേ നീ വന്നു, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അതുകൊണ്ട് അത്രയും ഭംഗിയിൽ എഴുതാൻ വയലാറിന് ശേഷം അത്ര ഭംഗിയായിട്ട് എഴുതിയ വേറൊരാളില്ല. ഓഫ് കോഴ്സ് ഗിരീഷ് പുത്തഞ്ചേരി ഒന്നും മോശമാണെന്നല്ല കേട്ടോ പറഞ്ഞത്, വളരെ നല്ല പാട്ടുകളാണ്. അദ്ദേഹം എൻ്റെ നല്ല ഫ്രണ്ടും ആയിരുന്നു. പക്ഷെ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു വാക്ചാതുരി ഭയങ്കര. MD രാജൻ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഉത്തരം എന്തായാലും കുറച്ചുകൂടി ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിതം കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരും പ്ലേലിസ്റ്റ് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവില്ലേ? പാട്ടുകളൊക്കെ ഭയങ്കര വ്യത്യാസമാണ്.
കേൾക്കുന്നത്. ഉത്തരയ്ക്ക് കുറച്ചുകൂടി ഇഷ്ടം ഇംഗ്ലീഷ് അല്ല, ഉത്തരയ്ക്ക് തമിഴും മലയാളവും ഒക്കെ ഇഷ്ടമാണ്. ക്ലാസിക്കൽ ഇഷ്ടമാണ്. എന്തൊക്കെയായാലും ഡാൻസർ ആണല്ലോ. ആണല്ലോ. അതെ പിന്നെ പഠിച്ചതൊക്കെ മദ്രാസിലല്ലേ, അതുകൊണ്ട് അവിടുത്തെ ഒരു ചായ്വുണ്ട് ഉത്തരയ്ക്ക് എല്ലാത്തിനോടും. ക്ലാസിക്കൽ മ്യൂസിക്കിനോടൊക്കെ ഭയങ്കര ഇഷ്ടം. എഴുത്തും പരിപാടികളൊക്കെ എഴുത്തൊക്കെ അല്ല, എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടി കൂടുതൽ അച്ഛൻ്റെ വശത്തു നിന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു. എഴുത്ത് ഉത്തര വായിക്കുന്നതും എൻ്റെ പുസ്തകങ്ങളൊന്നും അല്ല. എന്നോട് എൻ്റെ രീതിയേ അല്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിഷ്ടം എന്ന് വെച്ചാൽ MK മേനോൻ്റെ വിലാസിനി എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ ഊഞ്ഞാലും ഊഞ്ഞാലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവല്. അദ്ദേഹത്തിനാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ബുക്ക് എഴുതിയിട്ടുള്ള ആൾ അദ്ദേഹമാണ്. അവകാശികൾ എന്നാണ് ആ പുസ്തകത്തിന്. 4 വോളിയമാണത്. ഒരു ബുക്ക് തന്നെ. ഒറ്റ കഥയാണ്. ഒരു നോവൽ എന്ന് പറഞ്ഞാൽ 4 വോളിയമായിട്ട് അവകാശികൾ. ഇത്രയുണ്ട്. ഭാഗവതം വായിക്കണ പോലെ ബുക്ക് ഇത് വെച്ചിട്ട് വേണം വായിക്കണമെങ്കിൽ. ഇപ്പോൾ MTയുടെ ഇറങ്ങിയിട്ടുണ്ട് ഒരു പുസ്തകം എന്ന് വെച്ചാൽ MTയെ കുറിച്ചുള്ള അതുപോലെ ഉള്ള 4 പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണത്. അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെയാണ് നമ്മൾ വായിച്ചതും കണ്ടതും ഒക്കെ മലയാള പുസ്തകങ്ങൾ തന്നെയാണ് ഞാൻ മുഴുവനും വായിച്ചത്. പക്ഷേ ഉണ്ണിയേട്ടൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള പുസ്തകങ്ങൾ കൂടുതലും ഇംഗ്ലീഷാണ്. അപ്പോൾ അതുകൊണ്ട് ഉത്തരയ്ക്ക് കുറച്ചുകൂടെ അങ്ങോട്ടാണ് ചായ്വ് വരുന്നത്. ഓക്കെ. കവിതകൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ONV കുറിപ്പ് തന്നെ. സിനിമാ പാട്ടിലൂടെ ഒരുപാട് പാട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഒരു പഴയ എൻ്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകിടാവി, അതൊരു എപ്പോൾ അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടാവില്ല. ആ കവിതയുടെ തന്നെ ബാക്കി ഭാഗങ്ങൾ ചില വരി എന്നുവെച്ചാൽ സിനിമയിൽ ഇത്ര കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ, പല്ലവി അനുപല്ലവി ചരണം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ അത് കൂടുതലും ONVയുടെ ഏറ്റവും ഭംഗിയുള്ള വരികൾ എന്താ, നീ ചിരിക്കെ പൂത്ത തുമ്പയെ നിൻ നീല മുടിച്ചാർ തഴിഞ്ഞതിൻ മാദക സൗരഭമാകെ കവർന്ന പൂക്കൈതയെ മാറിലൊളിപ്പിച്ച പ്രേമലേഖം പിന്നെ ആരുമേ കാണാതെ ചുംബിച്ചെടുത്തു നീ വായിക്കെ ആകെ തുടുത്ത കവിളിലെ വാസനച്ചെമ്പനീർ പൂക്കളെ ശ്രാവണ ജ്യോത്സനയാം നിന്ന ആർദ്ര ഭാവനയെ വെറ്റില തിന്നു തുരുത്തോരുഷസ്സിനെ ഞാറ്റുവേലക്കുളിർ കാറ്റിനെ സ്നേഹിച്ച കാമു. കേട്ടിട്ടുണ്ടോ വല്ലതും? എനിക്ക് ഏതോ പണ്ട് മലയാളം ക്ലാസ്സിലിരിക്കുന്ന പോലെ. അല്ല, എനിക്ക് തോന്നുന്നു ചേച്ചി ഏതെങ്കിലും ഒരു മലയാളം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല വല്ല സർവകലാശാലയിലെ വല്ല ലെക്ചററൊക്കെ ആയിട്ട് ചെയ്യാനുള്ള ഒരു എനിക്ക് പണ്ട് മലയാളം ക്ലാസ്സിലെ ടീച്ചർ ഒന്നും മനസ്സിലാവില്ല അർത്ഥങ്ങളൊന്നും. അത് ഇതിപ്പോഴും ഓർത്ത് വെക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കും. അത് അന്ന് അതൊക്കെ പഠിച്ചോണ്ടാ, അല്ലാണ്ട് ഇപ്പോഴാണ് പഠിച്ച കിട്ടൂല. അതെ അതെ. അല്ല, ഞാനിപ്പോ കുറച്ച് മുമ്പ് പഠിച്ചിട്ടും എനിക്ക് വലിയ ഓർമ്മകളൊന്നും. ഞങ്ങൾ ഇങ്ങനത്തെ കവിതകളൊന്നും ഒത്തിരി പഠിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കും. ഉത്തര പറയാറുണ്ട്, ഞങ്ങളെയൊക്കെ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ച് നിർത്തി വായിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു കവിതകളൊക്കെ. അപ്പൊ ഇങ്ങനെ ഉറക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ നോക്കി നമുക്ക് തലേദിവസം തന്ന് പഠിച്ച് പിറ്റേ ദിവസം ചെല്ലണം, അപ്പൊ കാണാതെ ചൊല്ലണം. അങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചത്. ഓക്കെ. അപ്പൊ ഇനി പുതിയ വിശേഷങ്ങൾ വേറെ എന്തൊക്കെയാ ഉള്ളത്? പുതിയ വിശേഷം എന്ന് പറയാൻ വശ്യഗന്ധി. ഞാനിപ്പോ ആ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ കവിതയൊക്കെ എൻ്റെ ചരിത്രമായി മാറി. ഇതൊക്കെ വായിക്കുക, കേൾക്കുക, മറക്കുക എന്നുള്ള മാതിരി ആയിരുന്നു. ഇപ്പൊ ഫുൾ ടൈം വശ്യഗന്ധിയിലാണ്. അതിലായിരിക്കും കംപ്ലീറ്റ്ലി ഇരിക്കുന്നത്. അപ്പൊ സിനിമയിലേക്ക് ഇനി ഒരു തിരിച്ചുവരവ് ഞങ്ങൾ പ്രതീക്ഷിക്കണ്ടേ? തിരിച്ചുവരവ് എനിക്കറിയില്ല, അതിന് തക്കോണം വല്ലതും വരട്ടെ, നല്ലത് വരുമ്പോ പോവാം. ഇപ്പൊ വശ്യഗന്ധി സിനിമയും കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ചോദിക്കാനുള്ളത് ഡാൻസ് ആണ്. അപ്പോ ഡാൻസിന്റെ കാര്യം എന്താണ്? അതൊരു ചരിത്രമാണ്. നർത്തകി ആയിരുന്നു, അങ്ങനെ പറയാൻ പറ്റില്ല. ഞാനിപ്പോ ഡാൻസുമായിട്ട് ഒരു ബന്ധവുമില്ല. മോളാണ് ക്ലാസ് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഡാൻസിലോ ഒന്നുമില്ല. ഇടയ്ക്കൊന്നും നമ്മള് ചിലങ്ക കാണുമ്പോ പഴയതൊക്കെ ആലോചിക്കാനും. ഞാൻ പറഞ്ഞില്ലേ, വലിയ ആഗ്രഹമായിരുന്നു കലാക്ഷേത്രം പഠിക്കണം എന്നൊക്കെയുള്ള, ഒന്നും നടന്നില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാനതൊക്കെ ഇങ്ങനെ നല്ല പ്രോഗ്രാംസ് കാണാൻ പോകും, എവിടെ ഉണ്ടെങ്കിലും പോകും. നല്ല നർത്തകിമാരുമായിട്ട് അടുപ്പവുമാണ്. ഓക്കെ. അല്ല, സാധാരണ എല്ലാവരും ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ പഴയതുപോലെ ആ ചിലങ്കിയൊക്കെ എടുത്തിട്ട് ഒരു 40s ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭാരങ്ങളൊക്കെ കഴിയുമ്പോൾ തിരിച്ചു വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഒരു തോട്ട് ഇപ്പൊ വേറെ ബിസിനസിന്റെ തിരക്കുണ്ട്, എന്നാലും ഇടയ്ക്കൊന്ന് ഇല്ല, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അതുകൊണ്ട് അങ്ങനെ ഇടയ്ക്കൊക്കെ ഓർക്കുമല്ലേ ആ ഒരു. തീർച്ചയായിട്ടും. ഓക്കെ. സിനിമയാണോ അല്ലെങ്കിൽ നൃത്തമാണോ എന്ന് ചോദിച്ചാൽ നൃത്തമായിരിക്കും മുന്നിൽ? എന്താ സംശയം? ഏറ്റവും ഇഷ്ടം നൃത്തമാണ്. ഏറ്റവും ഇഷ്ടം എനിക്ക് നൃത്തം തന്നെയാണ് ഇപ്പോഴും. എനിക്ക് ഈ നർത്തകിമാരാണ് ഈ കണ്ണിങ്ങനെ പണ്ട് മുതലേ വരച്ചത് ഇപ്പോഴും നമ്മളിപ്പൊ കാണുമ്പോഴും. അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ ഒരു സമയം കഴിയുമ്പോ അത് നിർത്തും.
ഞാൻ എപ്പോഴും പറയും ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ എന്തൊരു സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സിങ് ആണ്. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് കുട്ടികളെ പെൺകുട്ടികളാണെങ്കിൽ നന്നായി ഡ്രസ്സ് ചെയ്ത് കാണാനാണ് ഇഷ്ടം. ഞാനിപ്പോഴും അവരോട് പറയും, എൻ്റെ മോളോട് ഞാൻ പറയും, അത് പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളിൽ ഓണവും വിഷുവും തിരുവാതിരയൊക്കെ വരുമ്പോൾ അതേപോലെ ഡ്രസ്സ് ചെയ്ത് പൊട്ടൊക്കെ തൊട്ട് പൂവൊക്കെ വെച്ച് കാണാനാണ് എനിക്കിഷ്ടം. പിന്നെ അവർ എപ്പോഴും അങ്ങനെ നടക്കണം എന്നല്ല പറയുന്നത്. ഇഷ്ടമാണ് എനിക്ക് പെൺകുട്ടികളെ ഡ്രസ്സ് ചെയ്ത് കാണാൻ. പഴയ അങ്ങനെ ആ പഴയ ഒരു രീതി ചേച്ചിയെ കാണാനും ആ ഒരു എപ്പോൾ കാണുമ്പോഴും നമുക്ക് ഇപ്പൊ ഈ സ്മെല്ലിന്റെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ നമുക്ക് ഈ ഊർമിള ഉണ്ണി എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു രൂപമുണ്ട്. അതെ അതെ അതെ. എനിക്ക് ഒരു സമയത്ത് ഉദ്ഘാടനങ്ങളൊക്കെ ഭയങ്കര ഇപ്പോഴും അത് തന്നെയല്ലോ, അതിനൊരു കുറവുമില്ല. ഉദ്ഘാടനങ്ങൾ ധാരാളം ഉണ്ട്, എല്ലാം നന്നായി പോണു, ഈശ്വരാനുഗ്രഹം കൊണ്ട്. ഓക്കെ ചേച്ചി, എന്തായാലും കണ്ടതിൽ സന്തോഷം, ഇത്ര നേരം സംസാരിക്കാൻ പറ്റിയത് വളരെ സന്തോഷം. ഓക്കെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.